നിങ്ങൾ യൂണിവേഴ്സിന്റെ എനർജി എന്താണെന്ന് നോക്കാം. നമുക്കൊരു 6 കാർഡ് എടുത്തിട്ട് യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണ് നമ്മൾക്കുള്ളതെന്ന് നോക്കാം. ഇതാണ് യൂണിവേഴ്സിന്റെ എനർജി നമുക്ക് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇതിൽ 3 പെന്റക്കിൾ എനർജിയും 2 വാൺസ് എനർജി, ഒരു സോഴ്സിന്റെ എനർജി ആണ് വന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് കാർഡായ 6 ഓഫ് സോർട്സ് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വരവിൽ കൂടുതൽ ചെലവാക്കുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് 6 ഓഫ് പെന്റക്കിളിലൂടെ പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ വരുന്ന മണികളിൽ കൂടുതൽ നിങ്ങൾ ലാവിഷായി നിയോഗിക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാർഡിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയല്ല, കുറച്ചൊക്കെ പൈസ വരുമ്പോൾ അതിനെ നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാവിഷായി കളയാതെ കുറച്ചൊക്കെ ദാനം ചെയ്യാൻ നമ്മൾ ശീലിക്കുക എന്നാണ് ആദ്യത്തെ കാർഡിലെ സ്പ്രെഡിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന പൈസ നമ്മൾ കൃത്യമായി അതിനെ വിനിയോഗിക്കണം എന്നാണ് ആ കാർഡിലൂടെ നമ്മൾക്ക് യൂണിവേഴ്സ് ആൻസർ തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറഞ്ഞ പലരിലും ചെന്ന് ചേരേണ്ട പൈസകളൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്നതിന് ഒരു പെർസെന്റെങ്കിലും ദാനമായി ചെല്ലുക. കിട്ടുന്ന എല്ലാ പണവും ദുർവിനിയോഗം ചെയ്യാതെ കുറെയൊക്കെ സമ്പാദിച്ചു വെക്കുക, കുറച്ചൊക്കെ ദാനം ചെയ്യുക, കുറച്ചൊക്കെ നമുക്ക് വേണ്ടി ചെലവഴിക്കുക എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. 5 ഓഫ് സോർട്സിന്റെ എനർജിയെ കൂടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇനി 5 ഓഫ് സോർട്സിന്റെ കാർഡ് അൺലൈക്കി 5 എന്നാണ് ടാരോസിൽ 5ന്റെ കാർഡിനെ ഉദ്ദേശിക്കുന്നത്. 5 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് എന്നെ ഇനി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സ്ഥലത്തെ പ്രശ്നമാകാം, ഇല്ലെങ്കിൽ ജീവിക്കുന്ന സാഹചര്യമാകാം, ഏതൊരായാലും എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വന്നാൽ എന്നെ കൊണ്ട് ഇനി ഈ സാഹചര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ജീവിത സാഹചര്യങ്ങളൊക്കെ നിലച്ചു പോയ ഒരു വ്യക്തിയുടെ ജീവിതത്തെയാണ് ഈ 5 ഓഫ് സോർട്സിന്റെ എനർജിയിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പം ഈ വ്യക്തി മാനസികമായി ഒത്തിരി തകർന്നിരിക്കുകയാണ്, മുന്നോട്ടുള്ള വഴികളൊക്കെ അടഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വ്യക്തിയുടെ വിചാരം. ആ വ്യക്തിക്ക് ആ വരുന്ന ദുർഘടങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു 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 ബോധമില്ലാത്ത ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് എല്ലാ സങ്കടഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകണം, അതായിരിക്കണം നമ്മളുടെ ഒക്കെ ജീവിതം, നമ്മുടെ സോൾ പർപ്പസ് അതായിരിക്കണം. അതുകൊണ്ട് ഈ ഘട്ടത്തെയും നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോയി വിജയം സാധ്യമാക്കണം എന്നാണ് ഈ കാർഡിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളുടെ ചിന്തകളൊക്കെ മാറ്റണം. നമ്മളെ ഇനി മുന്നോട്ടേക്ക് ഒന്നിനും കൊള്ളൂല, ഈ സങ്കടഘട്ടത്തിൽ നിന്ന് ഒരിക്കലും മുക്തി കിട്ടില്ല എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. മുന്നോട്ട് നിങ്ങൾ മുന്നേറാൻ ഇനിയും സമയങ്ങൾ ബാക്കിയുണ്ട് എന്നാണ് ഈ 5 ഓഫ് സോർട്സിലൂടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കിങ് ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലോ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ വരുന്ന മറ്റു നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ചിന്ത മാറ്റി നിങ്ങളുടെ ആ അകക്കണ്ണ് തുറക്കൂ, നിങ്ങൾക്ക് വേണ്ട ഡെവലപ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കൂ. അല്ലാതെ ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസ്ക് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഇതാണ് ഈസി. ആ കാര്യം നിങ്ങൾ മറന്നേക്കൂ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യൂ, നിങ്ങൾ മുന്നോട്ട് പോക്കോളൂ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യാൻ നോക്കൂ എന്നാണ് ഈ കിങ് ഓഫ് വാൺസിലൂടെ നമുക്ക് യൂണിവേഴ്സ് കാട്ടിത്തരുന്നത്. നാലാമത്തെ കാർഡ് ക്വീൻ ഓഫ് പെന്റക്കിളിന്റെ
കാർഡാണ്. അപ്പൊ ഈ ക്യൂൻ ഓഫ് പെന്റക്കിൾ എന്ന കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻതലമുറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സമ്പാദിച്ചു വെക്കുന്ന ഒരു മദറിന്റെ എനർജിയാണ് ഈ ക്യൂൻ ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പൈസയെ ഉറ്റുനോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് എവിടെയൊക്കെ മണികൾ വരാനുണ്ട് അതൊക്കെ ബ്ലോക്കേജ് ആയി കിടക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പൈസയൊക്കെ വന്നിട്ട് വേണം നമ്മളുടെ കുട്ടികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലുമായിട്ട് സേവിങ്സ് ചെയ്ത് വെക്കാനെന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പം എവിടെയൊക്കെ ആർക്കൊക്കെ പൈസകൾ കിട്ടാനുമുണ്ട് ആ പൈസ നമ്മളിലേക്ക് വന്നെടുക്കാൻ ഒത്തിരി ബ്ലോക്കേജ് സൃഷ്ടിക്കുന്നുണ്ട്. ആ ബ്ലോക്കേജ് ഒക്കെ യൂണിവേഴ്സ് ആയിട്ട് മാറ്റി തരും. അത് കുറച്ചുകൂടെ ഒക്കെ ഒരു ഡിവൈൻ ടൈം വന്നതിന് ശേഷമേ ഈ ബ്ലോക്കേജസ് നമുക്ക് മാറി ഈ പൈസയൊക്കെ നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരൂ എന്നാണ് ഡിവൈൻ ഈ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പൈസ എത്താൻ കുറച്ചുകൂടെ ഡിവൈൻ ടൈം നമ്മൾ കാത്തിരിക്കണം. അത് കഴിഞ്ഞ് ഈ പൈസ നമ്മളിലേക്ക് എത്തിച്ചേരൂ എന്നാണ് ഈ പേജ് ഓഫ് ക്യൂൻ ഓഫ് പെന്റക്കിളിന്റെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് ഫോർ ഓഫ് പെന്റക്കിൾ എന്ന കാർഡ്. നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പൈസകൾ വിനിയോഗിക്കുക എന്നാണ് പറയുന്നത്. ഈ കാർഡ് പറയുന്നത് പൈസ ഒത്തിരി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല, ചീത്ത കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല. പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ കൈ നിറയെ പണമുണ്ട്, പക്ഷെ ഇത് ഒന്നിനും വിനിയോഗിക്കപ്പെടുന്നില്ല. ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇത് കാണിക്കുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറെ കൂടി വൈഡായി ചിന്തിക്കൂ. നിങ്ങൾ കയ്യിലുള്ള പണം മറ്റുള്ളവർക്കൂടെ ഉപയോഗമുള്ളതാക്കൂ. നിങ്ങൾ ഈ പണം ഇങ്ങനെ സ്വരൂപിച്ചു വെക്കാതെ ഇല്ലാത്തവരിലേക്കും ആ പണം അത്യാവശ്യമുള്ള ഒത്തിരി മനുഷ്യ ജീവികൾ നമ്മളുടെ ചുറ്റിലും കാണാം. അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ പൈസയെ മാറ്റൂ. ഇങ്ങനെ സർക്കുലേറ്റ് ആവാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരുന്നത്. അപ്പം ആരൊക്കെയോ മണി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാത്ത ഒരു എനർജിയാണ് ഇത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരിൽ നിന്ന് പൈസ ഉണ്ടായിട്ട് നമ്മൾ കൊടുക്കാത്ത ഒരു സിറ്റുവേഷനെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പണം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കൂ. നീ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെക്കാതെ നീ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കൂ. കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് പാസ് ആവാതിരിക്കട്ടെ. അത് കൊടുത്ത് നീ സോൾവ് ആക്കാൻ നോക്കൂ എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് ടു ഓഫ് വാൺസിന്റെ കാർഡാണ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയുടെ കാർഡാണ്. അപ്പം ഈ വ്യക്തി ഒരു വാണ്ടിനെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ വാണ്ടുമായി മുന്നോട്ട് പോകണം എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഈ വ്യക്തി ഇപ്പോഴും ഒരു വെയിറ്റിംഗ് എനർജിയിലായിക്കൊണ്ട് ഈ വ്യക്തി അപ്പുറത്തെ സൈഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള ആ വ്യക്തി ഉണ്ടാകുമോ, ആ സാഹചര്യം ഉണ്ടാകുമോ എന്ന് അറിയാത്ത ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ കയ്യിലുള്ള ആ ഗ്ലോബ് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഗ്ലോബുമായി അടുത്ത തീരത്തേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഈ കാണിക്കുന്നത്. ഇതിലൂടെ പ്രപഞ്ചം പറയുന്നത് നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്തു തീർക്കുക. നീ ഒട്ടും അതിനെ ആലോചിച്ച് നിൽക്കാതെ നീ ചെയ്യാനുള്ള കാര്യങ്ങൾ എളുപ്പം ചെയ്തു തീർക്കാനാണ് യൂണിവേഴ്സ് നമുക്ക് ഈ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. നീ ഒട്ടും താമസിപ്പിക്കരുത് ഒരു കാര്യങ്ങളും. നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നീ ഇതിലോട്ട് ചെയ്തു തീർത്ത് മുന്നോട്ട് എളുപ്പം പോകൂ. നിന്റെ മാർഗങ്ങളെ നീ ഈസിയാക്കി നീ മുന്നോട്ട് പോകൂ. അല്ലാതെ നീ ഇങ്ങനെ വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആ സാഹചര്യമോ ആ വ്യക്തിയോ എന്തെങ്കിലും നിനക്ക് നഷ്ടമാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് കാർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാ കാർഡുകളുടെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ, സപ്പോർട്ട് മീ. താങ്ക് യു.